ഹായ് ഗായ്സ്, എന്തൊക്കെ വിശേഷം? സ്വന്തനല്ലേ? പൈനാപ്പിളിൻ്റെ സ്മെല്ല് അത് ഇഷ്ടപ്പെടാത്തവർ വളരെ കമ്മിയായിരിക്കും. ഉദാഹരണത്തിന് നമ്മളൊരു ഒരു 100 പേരെടുത്തു. ആ 100 പേരിൽ എനിക്ക് തോന്നുന്നു ഒരു 80% ആളും പൈനാപ്പിളിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. കാരണം പൈനാപ്പിളിൻ്റെ സ്മെല്ല് അത്രയും നമ്മളെ ഒരു ഇറിറ്റേറ്റ് ചെയ്യാത്ത, നമ്മളൊരു അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് പൈനാപ്പിളിൻ്റെ സ്മെല്ല്. ആ സ്മെല്ലിന് ഒരു വേറെ പ്രത്യേകത. നമ്മളിപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് എടുത്താലും, ഇപ്പോൾ ഉദാഹരണത്തിന് ആപ്പിളിൻ്റെ സ്മെല്ല് അതൊന്നും അത്ര നമുക്കൊരു യൂണീക്ക് തോന്നുന്നില്ല. പേരക്കൻ്റെ സ്മെല്ലൊന്നും അത്ര യൂണീക്കായിട്ട് തോന്നുന്നില്ല. അതുപോലെ മാങ്ങൻ്റെ സ്മെല്ല്, മാങ്ങ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ പൈനാപ്പിളിൻ്റെ സ്മെല്ല് അത് കുറച്ചും കൂടി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സെഡക്റ്റീവ് ആയിട്ടുള്ള പൈനാപ്പിളിൻ്റെ ആ ഒരു സെഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് പൈനാപ്പിൾ എന്ന് വരുന്നത്. അതുകൊണ്ടാണ് പൈനാപ്പിളിൻ്റെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് റിഫ്സ് എന്നുള്ള ബ്രാൻഡിൻ്റെ അൽ മുഖ്തലിഫ് എന്നൊരു പെർഫ്യൂമാണ്. പൈനാപ്പിളിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യും. ഇതൊരു പക്കാ ഒരു പൈനാപ്പിൾ ഫ്രാഗ്രൻസ് അല്ല. എന്ന് വെച്ചാൽ നമ്മുടെ പാക്കോ റാബാൻ്റെ ബ്ലാക്ക് എക്സസ് ആണ് തോന്നുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പൈനാപ്പിൾ ഡയറക്ഷൻ ഒന്നുമല്ല. പക്ഷേ ഇതിലൊരു 75% പൈനാപ്പിളിൻ്റെ ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഇതിൻ്റെ പ്രസൻറ്റേഷനും കാര്യങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ പ്രസൻറ്റേഷൻ നല്ല ഒരു ഗ്ലോസി ലുക്കായിട്ടുള്ളൊരു പ്രസൻറ്റേഷനാണ്. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. കാരണം അവർക്ക് ഈ പൈനാപ്പിൾ, അതുപോലെ റോസ്, ജാസ്മിൻ അങ്ങനത്തെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലൊക്കെ അതിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ബോട്ടിൽ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രസൻറ്റേഷൻ ഇങ്ങനെയാണ്. ഇതാണ് ബോട്ടിൽ. ഓക്കെ, റിഫ്സിൻ്റെ നുസ്കിൻ്റെ അൽ മുഖ്തലിഫ്. മാത്രമല്ല ഇതിൻ്റെ ക്യാപ്പ് മാഗ്നറ്റിക് ക്യാപ്പാണ്. ഓക്കെ, ലോക്കൽ ക്യാപ്പല്ല, മാഗ്നറ്റിക് ക്യാപ്പാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസൻറ്റേഷൻ ആട്ടോ. ഓക്കെ, ഇത്ര ഡിമാൻഡുള്ളൂ. പൈനാപ്പിൾ സ്മെൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്നും നോക്കണ്ട, ട്രൈ ദിസ് വൺ. ഇത് പക്ക പൈനാപ്പിൾ അല്ല, നോട്ട്സും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് നല്ലൊരു മെലോണ്, പൈനാപ്പിള്, പിയറിൻ്റെ ഒക്കെ സ്മെല്ലാണ്. പിന്നെ ഇതിൽ ലൈറ്റ് ആയിട്ടുള്ളൊരു ബർഗമോട്ടിൻ്റെ ഒരു ഫീലിംഗ്, ആ ഒരു സിട്രസി ഫീലിങ്ങും കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഹെഡ് നോട്ടിൽ റോസ്, ജാസ്മിൻ, ലില്ലി, ജാസ്മിൻ്റെ ഫ്രാഗ്രൻസ് എടുത്ത് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ ബേസ് നോട്ടിൽ മസ്ക്, ആംബർ, പച്ചോളി നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മസ്കും കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ബേസ് നോട്ടിൽ വരുമ്പോൾ നല്ലൊരു പൗഡറി ടൈപ്പ്, ഒരു കുട്ടിക്കൂറ പോലത്തെ ഒരു പൗഡറി ടൈപ്പ് ഫ്രാഗ്രൻസിൽ പൈനാപ്പിൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൻ്റെ ബേസ് നോട്ടിൽ കിട്ടുന്നത്. സൂപ്പർ സാധനം കേട്ടോ. നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ, ഫ്രൂട്ടി, പിയർ, മെലോൺ, ജാസ്മിൻ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. പൈനാപ്പിളിൻ്റെ നോട്ട്സ് ആണ് ഇതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് നിൽക്കുന്നത്. പിന്നെ ഇത് ടിസ്റ്റായിട്ട് ഇൻസ്പയർഡ് ആണെന്ന് ടിസ്റ്റാണോ അറിയില്ല. നമ്മുടെ പെർഫ്യൂം ഡിമാർലിൻ്റെ ഡെലീനിൻ്റെ ഒരു ടിസ്റ്റോർ ഇൻസ്പയർഡ്, അതിൻ്റെ ഒരു ഡയറക്ഷൻ വരുന്നുണ്ട്. പക്ഷേ സെയിം ടു സെയിം അല്ല, ചെറിയൊരു വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഡെലീന ദുബായ് മാളിൽ നിന്നാണ് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ സ്മെല്ല് ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. ഡെലീന ഞാൻ സ്മെല്ല് ചെയ്തപ്പോൾ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് അടിപൊളി സ്മെല്ല്. പൈനാപ്പിളിലെ ഫ്രാഗ്രൻസ് ആണ് എടുത്തിങ്ങോട്ട് കാണിക്കുന്നത്. ഐ ലവ്ഡ് ഇറ്റ്. ഓക്കെ, ഇത് യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാമെങ്കിലും കൂടുതൽ ഇഷ്ടപ്പെടൽ വുമൻസാണ്, ലേഡീസാണ്. ലേഡീസിന് ഈ സ്മെല്ല്, ഇങ്ങനത്തെ ഒരു സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് അവരിത് ട്രൈ ചെയ്തോളി. അവർക്ക് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ പൈനാപ്പിളിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ആരാണെങ്കിലും യു ക്യാൻ ഗെറ്റ് ഇറ്റ്. മാത്രമല്ല ഇത് ഗിഫ്റ്റിങ്ങിനൊക്കെ അടിപൊളിയാണ്. ഓക്കെ, എന്തെങ്കിലും സ്പെഷ്യൽ ഇവൻറ്റ്, അതുപോലെ ആനിവേഴ്സറി തുടങ്ങിയിട്ടുള്ള ഇതിലൊക്കെ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റിങ്ങിൻ്റെ കാലഘട്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗിവ് ദിസ് വൺ. അവർ ഇപ്പം വുമൻസൊക്കെ എന്തായാലും ഇങ്ങനത്തെ ഒരു സെൻറ്റ് പ്രൊഫൈൽ നല്ല ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലാസ്റ്റിംഗ് ആൻഡ് പെർഫോമൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ഏകദേശം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു വിൻ്റർ ആയതുകൊണ്ട് ഒരു 6+ hours ലാസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഒരു ബനിയൻ ടൈപ്പ്, കോട്ടൺ ടൈപ്പ് ക്ലോത്തിൽ കേട്ടോ. ഓക്കെ, പോളിസ്റ്ററിലൊന്നും അത്ര കിട്ടൂല, പക്ഷെ വിൻ്റർ ആയതുകൊണ്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഞാൻ നോർമൽ ക്ലോത്തിൽ അടിച്ചിട്ടുണ്ട്. പോളിസ്റ്റർ ഞാൻ വല്ലാതാണ് യൂസ് ചെയ്യലില്ല. പിന്നെ ഇതിൻ്റെ പ്രൊജക്ഷൻ ഒരു 2 to 3 hours ഉള്ളിൽ ഫസ്റ്റത്തെ ഒരു 1.5 മണിക്കൂറൊക്കെ നല്ല പ്രൊജക്ഷനാണ്. കാരണം അതിൽ ആ പൈനാപ്പിളിൻ്റെ സ്മെല്ലും ഇങ്ങോട്ട് അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതിൽ മറ്റുള്ള നോട്ട്സ് റോസും അതുപോലെ പച്ചോളിയൊക്കെ മിക്സ് ചെയ്യുമ്പോൾ, അതുപോലെ മെലോണ്, പിയറിൻ്റെ സ്മെല്ലൊക്കെ മിക്സ് ചെയ്യുമ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഓക്കെ, എന്നിരുന്നാലും നിങ്ങൾക്ക് 6 to 8 hours കിട്ടും. നല്ല രൂപത്തിൽ അപ്ലൈ ചെയ്യുക. അറ്റമൈസറൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ചെറിയ ക്വാണ്ടിറ്റി വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ 10-20 സ്പ്രേ അടിച്ചാലും ഏകദേശം തീർന്നൊരു 1.5 ml പോവുള്ളൂ. ഓവറായിട്ടൊന്നും പോകില്ല. 100 ml വരുന്നുണ്ട്. അങ്ങനെ അടിക്കാൻ നിങ്ങൾക്കൊരു 3 മാസം സുഖസുന്ദരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു സാധനം. ഓക്കെ,
അടിപൊളി സ്മെല്ലാണ്, അതാണ് പറയാൻ. പിന്നെ സ്പെഷ്യലായിട്ടുള്ള ഒക്കേഷൻ, ഏതൊക്കെ ഒക്കേഷനിൽ യൂസ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ വിൻ്ററിലാണ് ഞാൻ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ അത് നിങ്ങൾക്ക് നൈറ്റിൽ, ഈവനിങ്, അതുപോലെ പാർട്ടിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും, ഇൻഡോർ ആയിട്ടുള്ള പാർട്ടിയിൽ. പിന്നെ സോറി, ഇത് സമ്മറിൽ യൂസ് ചെയ്യട്ടെ, നോ ഇഷ്യൂ. വിൻ്ററിലൊക്കെ നൈസാണ്. വിൻ്ററിൽ, നൈറ്റിൽ, ക്ലബ്ബിൽ, മൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ള, അതുപോലെ അങ്ങനത്തെ ഒക്കേഷൻ, ഇൻഡോറൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഒക്കേഷനിലൊക്കെ നൈസാണ്. 6 to 8 hours ലാസ്റ്റിംഗ് മിനിമം പ്രതീക്ഷയുള്ള EDP ആണ് വരുന്നത്. എക്സൈറ്റ് അങ്ങനെയൊന്നുമില്ല. പിന്നെ EDP ആണെങ്കിൽ ലാസ്റ്റിംഗ് 6 to 8 hours ഉള്ളിൽ പ്രതീക്ഷിക്കാം വിൻ്ററിൽ. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന പോലെ നല്ല രൂപത്തിൽ അപ്ലൈ ചെയ്യാം. പിന്നെ 2500 ഉള്ളിലായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇത് ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഈ നുസ്ക് സീരീസിൽ ഈ മുഖ്തലിഫ് 2-3 വരുന്നുണ്ട്. ഇതൊരു സിൽവർ കളർ, അത് നോക്കിയിട്ട് വാങ്ങാം. ഇതിൻ്റെ ഗോൾഡ് വരുന്നുണ്ട്, അത് നമ്മുടെ ലൂയി വിറ്റൻ്റെ ഓംബ്രി നൊമേഡിൻ്റെ ഒരു ടൈക്കോണാണ്. ഓക്കെ, ഇത് ടൈക്കോണായിട്ട് വരുന്നത് നമ്മുടെ പെർഫ്യൂം ഡിമാർലിൻ്റെ ഡെലീനിൻ്റെ ഒരു ടൈക്കോൺ എന്ന് പറയുന്നത്. പക്ഷേ സ്മെല്ല് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷേ ഏകദേശം ആ ഒരു ഡയറക്ഷൻ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ കുറച്ചും കൂടി ആ പൈനാപ്പിളിൻ്റെ ഒക്കെ അങ്ങനത്തെ ഒരു ടൈപ്പ് സ്മെല്ല് എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ദിസ് വൺ. അപ്പോൾ ഇത് ആരെയും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.